ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളടുത്ത് സ്വർഗം ഫിഷ് ലാൻഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. കുറച്ചായി ഓപ്പൺ ആയിട്ട്, ഞാൻ കുറച്ച് മുന്നേ പോയിന്. ഇപ്പോൾ അവിടെ പാർക്കെല്ലാം വന്ന് ഇപ്പോൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ പോവാം കേട്ടോ. മേമയും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൊടുവള്ളിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസാണ് കേട്ടോ അവിടെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. 40 രൂപക്കുള്ള അത്ര കാണാനും മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല അടിപൊളിയാണ്. എന്നാലും ഏറെക്കുറെയൊക്കെ കാണാൻ കുട്ടികൾക്കൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു ഏരിയ എന്ന് നമുക്ക് പറയാം. കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഫുഡും ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ അങ്ങനെ കുറച്ച് പാർക്കിലൊക്കെ കളിച്ച് കുട്ടികളൊക്കെ കയറ്റി. ആ ദിവസം കയറിയപ്പോൾ തന്നെ പേടിയാ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുന്നേ കൽപ്പറ്റ ഒരു ഫ്ലവർ ഷോ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഐറ്റം വന്നിരുന്നു. അപ്പോൾ അതിന് പോയപ്പം മോനെന്താക്കി തോണിയിൽ കയറ്റിയിരുന്നു. അതിന് ശേഷം എന്തിൽ കയറിയാലും പറയും തോണിയാണ് പേടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ പേടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. പിന്നെ ഞങ്ങളങ്ങനെ വേറൊരു വണ്ടിയിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഓരോ റൗണ്ട് അതിനകത്ത് ആട്ടി. അങ്ങനെ ഒരു ഊഞ്ഞാലയിൽ കയറിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് സ്പീഡിൽ പൊന്തും താവും ചെയ്യുമ്പം നല്ലൊരു വൈബാണ്. കാണാനും കയറാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് കയറി. പിന്നെ ഈ ഒരു റൈഡ് ഇത് അടിപൊളിയാട്ടോ. നമുക്ക് പേടിയാവും. ഇത് സ്പീഡിൽ അങ്ങ് പോകുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. വീഴോ പൊട്ടുമോ അങ്ങനത്തെ ഒരു മൈൻഡാവും കേട്ടോ നമുക്ക്. ഞാൻ അതിനകത്ത് കയറിയിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. തോണി കയറിയിട്ട് കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വണ്ടി കയറിയിട്ടുള്ള വണ്ടിയല്ല, ആ ഒരു ഊനാലയിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ എന്നെക്കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം പേടിയായിട്ട് അതിനകത്തുനിന്ന് ഫോൺ എടുത്താൽ വീഴോ എന്നുള്ളൊരു വൈബ് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താക്കി തോണി കയറിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 50 രൂപയാണ് ടിക്കറ്റ്. പക്ഷെ ആ 50 രൂപക്ക് നമുക്ക് നല്ലോണം നമുക്ക് ആവശ്യത്തിലേറെ നമ്മളതിനകത്ത് കയറ്റി നല്ലോണം എൻജോയ് ചെയ്യിപ്പിച്ചിരിക്കണം. ഞങ്ങൾ പുറത്ത് ഇവിടെ പൂപ്പലിക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 100 രൂപയാണ്. 100 രൂപയ്ക്ക് 10 റൗണ്ടാണ്. പക്ഷേ ഇതിൽ 10 റൗണ്ടാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്കിഷ്ടമുള്ളത്രയും നമുക്കത് തോണിയിൽ നമ്മൾ കയറ്റിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾ പിന്നെ അടുത്ത റൈഡ്സിലൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കയറിയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇതിന്ന് ലാസ്റ്റ് മക്കളൊന്നും വരുന്നില്ല കേട്ടോ. കളിച്ചിട്ട് പിന്നെ എല്ലാവരും അതിനകത്ത് കയറി. അങ്ങനെ അതിന് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വരാത്തത് കണ്ടപ്പോൾ പിന്നെ എന്താക്കി ഉമ്മയും മേമയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാറിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫുൾ അടിപൊളിയായിട്ട് എല്ലാത്തിലും കയറി നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഫുഡല്ല ചായയൊക്കെ കുടിച്ച് പക്കവടയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. പക്ഷെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കണം. ജയാനും കൂടി ഉണ്ട് കൂടെ. അപ്പോൾ ഓനക്ക് തന്നെ ഇത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓനുള്ള എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്തിരിക്കണം. ഓനക്ക് ഈ ഒരു ഐറ്റമിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓനക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. തോണിയിലും മറ്റേ ആ ഒരു ഊനാലയിലൊന്നും ഓൻ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ യന്ത്രൂനാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനി യന്ത്രൂനാല എന്ന് പറയാം. മിനി തോണിയാണ്. പക്ഷെ തോണി അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തോണി അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ഇവിടേക്ക് വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കണ്ടോളി. നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഊനാലയെല്ലാം ആടി കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടോ. ഇതിൻ്റെ നടുക്കൊരു ഏറുമാടം പോലെ, ഈ ഒരു പുഴേൻ്റെ നടുക്കൊരു ഏറുമാടം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിനകത്തിരുന്ന് പിന്നെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഓരാട്ടാൻ നേരത്ത് മോൻ അവിടെ നിന്ന് വരണ്ടേ, ഫുള്ളും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓനക്ക് ഇനി കയറണം എന്ന് പറഞ്ഞിട്ട് ഓരാട്ടാൻ നടക്കട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു രസമാണ്. പിന്നെ അവിടെ ഡാൻസിങ് ഒക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അവിടുന്ന് കുറച്ച് ഡാൻസൊക്കെ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ച്. പിന്നെ ഹാദൂസിന് താറാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താറാവ്, പൂച്ച, കോഴി അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൻ അവിടുന്ന് വരുന്നേ ഇല്ല. ഓന് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ മാളൂസ് കുറേ ഓനെ എടുത്ത് കുറേ കാണിച്ച് കൊടുത്തു. ലാസ്റ്റ് വരാത്തത് കണ്ടപ്പോൾ പിന്നെ ഒരു ഞങ്ങൾക്ക് ചായ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ വാങ്ങിയില്ല, ഞങ്ങൾ കടിയാണ് വാങ്ങിയത്. ചായ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ ചായ അവിടുന്ന് കുടിച്ചില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.